പറയും, ഞാൻ ഇതുവരെ കേട്ടിട്ടില്ലോ. ഇന്നലെ ഒരു ദിവസം ഈ ബെഡിൽ കിടന്നു. ഇന്ന് രാവിലെ എഴുന്നേറ്റ് ഒരിക്കലും ഫ്രണ്ടിൽ വരത്തില്ല. ഫ്രണ്ടിൽ വന്നിരുന്നു, വെളിയിൽ വന്നിരുന്നു, വെളിയിൽ വന്നിരുന്ന് പേപ്പർ വായിച്ചു. ഞാൻ ചിലപ്പോൾ ദേഷ്യം വരും. അതുകൊണ്ട് ഫ്രണ്ടിൽ വന്നിരുന്ന് വായിച്ചു. എന്നിട്ട് ഇന്ന് നെയ്യാതെ നാട്ടിൽ പേഴ്സണാലിറ്റി അല്ല ഞാൻ പറയുന്നതെല്ലാം. ഒരു സാധാരണ ഒരു കൊച്ചുകുട്ടിയെ അനുസരിക്കുന്നതല്ല. അതിന്റെ കാര്യം ഞാൻ കാര്യം ഇന്ന് മാത്രമല്ല, എന്നോടത് വെള്ളം കുടിക്കണം. ആ വെള്ളം ഞാൻ ഒഴിച്ച് ഇതെല്ലാം സാനിറ്റൈസ് ചെയ്ത വെള്ളം കൊണ്ടുവന്ന് ഒഴിച്ച് ജഗ്ഗിനകത്തിൽ വെച്ചു കൊടുത്തു. 4 ലിറ്റർ വെള്ളം കുടിക്കണം. ഇതെല്ലാം പറഞ്ഞു. അതെല്ലാം അക്സെപ്റ്റ് ചെയ്തു. എന്തുകൊണ്ടാണ് അക്സെപ്റ്റ് ചെയ്തത്? ഞാൻ LICയുടെ പോളിസി എടുക്കാമെന്ന് പറഞ്ഞാൽ അദ്ദേഹം അത് വെട്ടിയാണ്. ഒരിക്കലും ഞാനത് ചേരത്തില്ലെന്ന് പറയും. അദ്ദേഹം കൺവിൻസിംഗ് അല്ലാത്ത ഒരു കാര്യവും അദ്ദേഹം അക്സെപ്റ്റ് ചെയ്തില്ല. കൺവിൻസ് ആയ കാര്യത്തെ കുറിച്ച് ഒരു നല്ല അഭിപ്രായവും പറയുന്നില്ല. ദാറ്റ് മീൻസ് എന്താണ്? നമ്മൾ ചെയ്ത കാര്യം അദ്ദേഹം അക്സെപ്റ്റ് ചെയ്യുന്നു എന്നതാണ് കാരണം. ഇന്ന് ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ എന്റെ ഫാദർ ഈ ബെഡിൽ കിടക്കുകയാണ്. കയ്യില് ഇവിടെ ചെറിയ വേദനയുണ്ട്. അതിന് നമ്മുടെ ഈ കയ്യെ കെട്ടുന്ന ബാൻഡ് അത് കെട്ടിക്കൊടുത്തിട്ടാണ് ഞാൻ വന്നത്. അവിടെ സന്തോഷത്തോടെ കൊണ്ടിരിക്കുന്നു. എന്റെ മമ്മിക്ക് എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഒറ്റ കാര്യം പറയുന്നത്, മുട്ടിന് വേദന, കാലിന് വേദന, തുറയിൽ വേദന, ഇവിടെ മൊത്തം വേദനയാണ് പറയുന്നത്. ഇന്ന് കൃത്യസമയത്ത് എഴുന്നേറ്റ് നല്ലവണ്ണം ഞാൻ എപ്പോഴും പറഞ്ഞ കാര്യം, രാത്രി ഓരോ മണിക്കൂർ ഇടവിട്ട് ബാത്റൂമിലോട്ട് പോകും, യൂറിൻ പാസ് ചെയ്യാൻ പോകും. ഓരോ മണിക്കൂർ ഇടവിട്ട്. മമ്മി ഉറങ്ങത്തില്ലേ? മമ്മി ഇന്നലെ ഒറ്റ പ്രാവശ്യം പോലും എക്സാമിനേറ്റ് ചെയ്ത് പറയാം. ഇനി ഞാൻ ഇനിയിപ്പോ തുടർച്ചയായിട്ട് 5-6 ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ ഇനിയും ഇത് ഒബ്സർവ് ചെയ്യും. എന്റെ ഒരു കൂട്ടുകാരന് വേണ്ടി കൊടുത്തു. എന്റെ തൊട്ടപ്പുറത്ത് തന്നെ പഠിപ്പിച്ച ഒരു അധ്യാപകനുണ്ട്. അദ്ദേഹത്തോട് ഞാനിത് പറഞ്ഞു. പക്ഷെ ഞാൻ പറഞ്ഞു 2 ദിവസം എന്റെ അപ്പൻ ഉപയോഗിച്ചതിന് ശേഷം ഞാൻ പറയാം എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇവർ അങ്ങനെ അങ്ങോട്ട് കുട്ടികളോട് പോയില്ല. ഞാൻ പറഞ്ഞു, ഞാൻ ഇതിനെ കുറിച്ച് പറയുന്നത് അച്ഛനാണ് ഈ മെത്തക്കച്ചവടത്തിന്റെ കാര്യം ചിലപ്പോൾ ചോദിച്ചേക്കാം. എന്റെ ഭാര്യയോട് ചോദിച്ചു, അച്ഛനെ മെത്തക്കച്ചവടം നടത്താൻ കൊള്ളാമോ എന്ന് ചോദിച്ചു. ഇതൊരു മെത്തക്കച്ചവടം, സത്യത്തിൽ ഇതൊരു സുവിശേഷമാണ്. ഞാൻ ഇവിടെ നിന്ന് സുവിശേഷത്തെ കുറിച്ച് പറയും. ഒത്തിരി പേര് ക്രിസ്ത്യാനികൾ എല്ലാത്തിലും ഉണ്ടായിരിക്കാൻ ശ്രമിക്കുക. ഇവിടെ നിന്ന് ഞാൻ നിങ്ങൾക്ക് സൗഖ്യം വരുമെന്ന് പറഞ്ഞ് പ്രസംഗിക്കുന്നതിനേക്കാൾ കഴിയും